നിർദ്ദിഷ്ട കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ മധ്യഭാഗത്തായുള്ള കരിങ്കൽക്കെട്ട് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ തകർന്നു വീണു. ബൈപ്പാസിന്റെ നിർമ്മാണ ജോലികൾ ആദ്യം ഏറ്റെടുത്ത ഗുജറാത്ത് കേന്ദ്രമായുള്ള ബാക്ക്ബോൺ കമ്പനി നിർമ്മിച്ച കെട്ടാണ് ഒരു ഭാഗത്ത് നിലംപൊത്തിയത്. 10 അടിയോളം ഉയരത്തിലുള്ളതാണ് കൽക്കെട്ട്. ഇതിന്റെ 15 അടിയോളം നീളത്തിലാണ് ഇടിഞ്ഞുപോയത്. ഈ കെട്ടിന്റെ ബാക്കിയുള്ള ഭാഗവും ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. നിർമ്മാണത്തിലെ അപാകതയാണ് മഴയിൽ കെട്ടിടിയാൻ കാരണമെന്ന് ആരോപണം ഉയർന്നു കഴിഞ്ഞു. ബൈപ്പാസിന്റെ നിർമ്മാണം നടത്തുന്ന കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ അധികൃതർ വ്യാഴാഴ്ച സ്ഥലത്ത് പരിശോധന നടത്തും. പുതിയ കരാറുകാരായ ആലപ്പുഴ തെരുവത്ത് കൺസ്ട്രക്ഷൻസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനിരിക്കെയാണ് കൽക്കെട്ട് ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഇതോടെ ഇതുവരെ നടത്തിയ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ഗുണനിലവാരം പരിശോധിക്കേണ്ട സ്ഥിതിയാണുള്ളത്. 2024 ഫെബ്രുവരി മാസത്തിലാണ് ബൈപ്പാസിന്റെ പണി ആരംഭിച്ചത്. ഒരു വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാക്കണമെന്ന കരാർ കമ്പനിയായ ഗുജറാത്തിലെ ബാക്ക്ബോൺ കമ്പനി പാലിക്കാതെ വന്നതോടെ നിർമ്മാണ ജോലികളിൽ നിന്നും അവരെ ഒഴിവാക്കുകയായിരുന്നു. 78.69 കോടി രൂപയാണ് ബൈപ്പാസിനായി കിഫ്ബി അനുവദിച്ചിട്ടുള്ളത്. സ്ഥലം ഏറ്റെടുക്കുന്നതിനായി 24.76 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ദേശീയപാതയിൽ കുരിശങ്കൽ ജംഗ്ഷൻ സമീപം പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നിന്നും ആരംഭിച്ച് മണിമല റോഡിന്റെയും ചിറ്റാർപ്പുഴയുടെയും മുകളിലൂടെ മേൽപ്പാലം പണിത് കാഞ്ഞിരപ്പള്ളി ടൗൺ ഹാളിന്റെ വശത്തുകൂടി ദേശീയപാതയിൽ പൂതക്കുഴി ഫാബിസ് ഓഡിറ്റോറിയത്തിന് സമീപം എത്തുന്നതാണ് ബൈപ്പാസ്. 1.65 കിലോമീറ്റർ ദൂരമാണ് ബൈപ്പാസിനുള്ളത്. മേൽപ്പാലം പണിയുന്നതിനുള്ള പില്ലറുകളുടെ നിർമ്മാണവും ആരംഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.